നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം 26-ന് ശനിയാഴ്ച നടക്കും. റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർ തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി കൌൺസിൽ യോഗം മാറ്റിവെക്കാതെ നടത്തിയതിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കരുണയുടെ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ചയാണ്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്ക്. നിരവധി ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെ സുപ്രധാന വ്യക്തിത്വങ്ങൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. 3 ദിവസം ദുഃഖാചരണമാണ്. രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. പ്രത്യാശയുടെ തിരിതെളിയിച്ച മഹത് വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. കരുണയുടെ പ്രതീകം, സമാധാനത്തിന്റെ ശില്പി, മതത്തിന്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ മനുഷ്യത്വത്തിന്റെ പാലം പണിത കർമ്മയോഗി. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അരാജകത്വങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും പട്ടിണിയും പകർച്ചവ്യാധികളും ദുരിതങ്ങളും പ്രതിസന്ധികളും അന്ധകാരം പടർത്തിയ ലോകത്തിൽ പ്രതീക്ഷയുടെ നക്ഷത്ര വിളക്കായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത ദർശനങ്ങൾ. ലോക നേതാക്കന്മാരിൽ പ്രഥമ സ്ഥാനീയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ. ജോർജ് മരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പ 1936 ഡിസംബർ 17-ന് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ വൈദിക ജീവിതത്തിൽ ആകൃഷ്ടനായി. 1958-ൽ ജെസ്യൂട്ട് സമർപ്പിത സമൂഹത്തിൽ ചേർന്നു. 69-ൽ വൈദികനായി. 92-ൽ ബ്യൂണസ് അയേഴ്സിലെ സഹായമെത്രാനായി. 1998-ൽ ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായി. 2001-ൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2013 മാർച്ച് 12-ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയോ കത്തോലിക്ക സഭയുടെ 266-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. 8-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആദ്യ മാർപ്പാപ്പ, ആദ്യ ജെസ്യൂട്ട് മാർപ്പാപ്പ എന്നീ നിലകളിൽ തിരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വിസ്മയകരമായ മാർപ്പാപ്പയായുള്ള 12 വർഷങ്ങൾ ജീവിച്ചു, പ്രവർത്തിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന ആത്മകഥ ഹോപ്പ് 2025 ജനുവരി 14-ന് പുറത്തിറങ്ങി. നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനാ നിർഭരമായ ആദരാഞ്ജലികൾ. കരുണയുടെ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. മേയറും LDF കൌൺസിലർമാരും കോർപ്പറേഷന്റെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി പ്രണാമം അർപ്പിച്ചു. മേയർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. LDF കൌൺസിലർമാർ മാർപ്പാപ്പയുടെ ചിത്രം കയ്യിലേന്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം വിനിയോഗിച്ച് തൃശൂർ കോർപ്പറേഷനെ 1-ാം സ്ഥാനത്തെത്തിച്ച നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി. കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി ഈ അംഗീകാരം ഈ കൌൺസിലിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം പദ്ധതി 2025-ന്റെ ഭാഗമായി ഏപ്രിൽ 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും തൊഴിൽ പൂരം വിജയിപ്പിക്കാൻ കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്ന ഇമ്പടപൂരം ഈ വർഷവും വർണ്ണാഭമായി ആഘോഷിക്കാനും കോർപ്പറേഷനും മണ്ണുത്തി സ്റ്റാർവെൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ഏപ്രിൽ 30 മുതൽ മെയ് 30 വരെ സംഘടിപ്പിക്കുന്ന ജോസ് ആലുക്ക സ്പോൺസർ ചെയ്യുന്ന മേയേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള 7 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിപ്പിക്കുന്നതിനും സ്വപ്ന പദ്ധതികളിലൊന്നായ ടാഗോർ സെന്റിനറി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ഇന്റീരിയർ വർക്സിന് 5 കോടി രൂപയുടെയും ഇലക്ട്രിഫിക്കേഷൻ 1 കോടിയും ടെൻഡർ നടപടികൾ അംഗീകരിക്കാനും അങ്ങനെ 6 അജണ്ടകളിൽ ചർച്ചകൾക്ക് ശേഷം ഇന്ന് തീരുമാനമെടുത്തു. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജില്ലാ കളക്ടറും വകുപ്പ് തല ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ചു.
പൂരം വെടിക്കെട്ട് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ, കോർപ്പറേഷൻ മേയർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് മാറ്റാൻ കൂടി തീരുമാനിച്ചതോടുകൂടി ഒരു വലിയ പ്രദേശമാകെ പുതിയതായ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കറിയാം, തെക്കേ ഗോപുരനടയുടെ ഇപ്പുറത്ത് ഏതാണ്ട് നമ്മുടെ ജോസ് തിയേറ്ററിൻ്റെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുമ്പിൽ നിന്നാണ് നേരത്തെ ബാരിക്കേഡ് വെച്ച് തടുത്തത്. അത് കുറച്ചുകൂടി മാറ്റി ജോസ് തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് കടത്താൻ നമുക്കായി. ഇവിടെയാണെങ്കിൽ നമ്മൾ പത്തായപ്പുര മുതൽ ഏതാണ്ട് കറണ്ട് ബുക്കും കഴിഞ്ഞ് കുറച്ച് ദൂരത്തോളം നമുക്ക് ആളുകളെ പൂർണ്ണമായിട്ട് നിർത്താൻ കഴിയും. കഴിഞ്ഞ കുറേ കാലമായി തൃശ്ശൂർക്കാരുടെ ഒരു അഭിലാഷമായിരുന്നു ഈ റോട്ടിലിറങ്ങി നിന്ന് പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണണം എന്ന ആവശ്യം. അത് പല കാരണങ്ങളാൽ നടക്കാറില്ല. പ്രത്യേകിച്ച് പെസോയുടെ കഠിന നിർബന്ധങ്ങളും ഫയർ ലൈനിൽ നിന്നുള്ള 100 മീറ്റർ വ്യത്യാസത്തിലെ ആളെ നിൽക്കാൻ പാടുള്ളൂ എന്ന സ്ഥിതിയും വെച്ചുകൊണ്ട് സാധ്യമായിരുന്നില്ല. ഇപ്പോൾ ഫയർ ലൈൻ കുറച്ച് മുകളിലേക്ക് ആക്കിയതോടുകൂടി ആ 100 മീറ്റർ കുറച്ചുകൂടി അടുത്താവുകയും ദീർഘമായൊരു ചരിത്രകാലത്തിന് ശേഷം പത്തായപ്പുര മുതൽ നടുവിലാല് കഴിഞ്ഞ് കറണ്ട് ബുക്കും കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോകാൻ വരുന്ന ദൂരം നമുക്ക് പൂർണ്ണമായിട്ടും റോട്ടിൽ ഇറങ്ങി നിർത്തി തന്നെ, ഹാൻഡ് റെയിലിൻ്റെ അപ്പുറത്തല്ല, റോട്ടിൽ തന്നെ ഇറങ്ങി ഫുട്പാത്തിൻ്റെ ഇന്നറും ഔട്ടറും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പൂരം കാണാനായി എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കാൻ എവിടെയാണ് ആൾക്കാർ നിൽക്കാൻ പാടില്ലാത്തത്? അല്ല, സ്വരാജ് റൗണ്ടിൽ ആളുകൾ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലം നമുക്ക് കറണ്ട് ബുക്കിൻ്റെ പോർഷൻ മുതൽ നമുക്ക് ഇപ്പുറത്ത് കടന്ന് ഇനി കഴിയുന്നത് വരെയുള്ള പോർഷനിൽ ഇപ്പോൾ ആൾ നിർത്താനാകില്ല. ഇപ്പുറത്ത് നമുക്ക് പത്തായപ്പുരയ്ക്കും MR റോഡിനപ്പുറത്ത് ജോസ് തിയേറ്ററിനോടും ചേർന്ന ഭാഗങ്ങൾ ഇപ്പുറത്തും ആളെ നിർത്താനാകില്ല. ബാക്കി പച്ച കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ആളെ നിർത്താൻ കഴിയും. ഈ ഡിസൈൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു സ്ക്വയർ മീറ്ററിൽ എത്രയാണ് നിർത്തും എന്നുള്ള കണക്ക് കൂടി എടുത്തു നോക്കിയപ്പോൾ പുതിയ വെടിക്കെട്ടിൻ്റെ സാധ്യതയനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി 15,000 മുതൽ 18,000 വരെ ആളുകൾക്ക് അധികമായി റോട്ടിലിറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ കാര്യം തിരുവമ്പാടിയുമായിട്ടും പാറമേക്കാവുമായിട്ടും സംസാരിച്ചു. മാഗസിൻ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ആലോചിച്ചു. ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് അതിൻ്റെ കൂട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി കളക്ടറും കമ്മീഷണറും കൂടി 2 ദേവസ്വങ്ങളുടെയും സെക്രട്ടറിമാരെ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ത്രിതലത്തിലുള്ള പ്ലാൻ, 3 തലങ്ങളിലുള്ള ഒരു പ്ലാൻ നമുക്ക് ഇവിടെ മാഗസീനിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതിൽ, അത് കുഴിയിലേക്ക് മാറ്റുന്നതിൽ, അതിൻ്റെ മരുന്നിടുന്നതിലൊക്കെ 3 തരത്തിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയതോടുകൂടി വേറെ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression?
പ്രണയ നൈരാശ്യം മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ചികിത്സാ സഹായം തേടുന്നു. തെക്കുംകര പഞ്ചായത്ത് 12-ാം വാർഡ് പുന്നമ്പറമ്പ് സ്വദേശി വയലാലെ വീട്ടിൽ ഗോപി പ്രവീണ ദമ്പതികളുടെ ഏക മകളും 6 മാസം പ്രായമായ ദേവിക് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏകദേശം 35 ലക്ഷത്തോളം രൂപ അടിയന്തരമായി ചികിത്സാ ചെലവിന് വേണ്ടിവരും. ഇത്രയും ഭീമമായ തുക സ്വരൂപിക്കാൻ ഓട്ടോ ഡ്രൈവറായ ഗോപിയുടെ കുടുംബത്തിന് കഴിയില്ല. ദേവികയുടെ ചികിത്സാ സംബന്ധമായ പണം കണ്ടെത്തുന്നതിന് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ദൈവിക് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഈ കുരുന്നു ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ പരമാവധി സാമ്പത്തിക സഹായം നൽകണമെന്ന് താൽപര്യപ്പെടുന്നു. അക്കൗണ്ട് നമ്പർ 40101001057865. IFSC കോഡ് KLGB 00407110. കേരള ഗ്രാമീൺ ബാങ്ക് ശാഖ മണലിത്തറ ബ്രാഞ്ച്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൗൺസിൽ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ 30ഓളം കൗൺസിലർമാർ മേയർക്കും സെക്രട്ടറിക്കും കത്ത് നൽകി. മാർപ്പാപ്പയോടുള്ള ആദര സൂചകമായി ഇന്നത്തെ കൗൺസിൽ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത് മാറ്റിവെക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കൗൺസിൽ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്നത്തെ കൗൺസിൽ യോഗം മാറ്റിവെക്കാതിരുന്നത് സമൂഹത്തോടുള്ള അവഹേളനമാണെന്നും ദുഃഖമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. LDF നേതാക്കളോട് കൗൺസിൽ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മാറ്റിവെച്ചില്ല. മേയർക്ക് ഒരാഴ്ചക്കാലം വിദേശ ടൂറിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ദുഃഖാചരണത്തിൽ പോലും കൗൺസിൽ മാറ്റിവെക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രധാനമായി നടന്നത് ഉദ്യോഗസ്ഥരെ ആദരിക്കൽ മാത്രമാണ്. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമായിരുന്നുവെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷന്റെ മുന്നിൽ മേയർ, ഭരണപക്ഷ കൗൺസിലർമാർ അടക്കം പാപ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരെ വിളിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് കൗൺസിലർമാർ രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുൻപിൽ മെഴുകുതിരി തെളിയിച്ച് അനുശോചനം അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഉപനേതാവ് EV സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ, കൗൺസിലർമാരായ K രാമനാഥൻ, ലാലി ജെയിംസ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ. വിശാലിനെതിരെ PIT NDPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തടങ്കലിലാക്കി. അണ്ണല്ലൂർ ഗുരുതിപ്പാല സ്വദേശി കോട്ടുക്കര വീട്ടിൽ വിശാലിനെതിരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്ന ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമമാണ് PIT NDPS. വിശാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന ആളാണ്. പലപ്പോഴായി ലഹരി കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. അടിപിടി തുടങ്ങി 27 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഇയാൾ. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളയാളാണ്. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിനു BS, സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഖ്, അഖിലേഷ് എന്നിവർ ഇയാളെ അറസ്റ്റ് ചെയ്തതിനുള്ള നടപടികളിൽ പ്രധാന പങ്കുവഹിച്ചു. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിൽ. ഷെയർ ട്രേഡിംഗിൽ ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് 3 പീടിക സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ റനീസ് എന്നയാളെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവുകളിൽ പല തവണകളിലായി പരാതിക്കാരൻ പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചു. കോടതിയിൽ ഹാജരാക്കിയ റനീസിനെ റിമാൻഡ് ചെയ്തു. കുട്ടനല്ലൂർ അഞ്ചേരിയിൽ പട്ടാപ്പകൽ കടയിൽ ഗുണ്ട ആക്രമണം. ഇറച്ചിക്കോഴിക്കടയിലാണ് ആക്രമണം നടന്നത്. അഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മീനൂട്ടി ചിക്കൻ സെന്ററിലാണ് 3 അംഗ സംഘം അക്രമം നടത്തിയത്. കടയുടമ കാച്ചേരി സ്വദേശി സന്തോഷിന് കൈക്കും കാലിനും പരിക്കേറ്റു. കടയിലെത്തിയ 3 യുവാക്കൾ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ കത്തികാട്ടി കട ഉടമയെ ഭീഷണിപ്പെടുത്തി. അക്രമത്തിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പോലീസ് വാഹനം കണ്ടതോടെ ഇറങ്ങിയോടി. പ്രതികൾക്കായി ഒല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇടവേള.
ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. കാർ സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്ന് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിൽ. പൂച്ചിനിപ്പാടത്ത് വെച്ച് സ്കൂട്ടറിൽ കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കൈകൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചുമുള്ള ആക്രമിച്ച കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏപ്രിൽ 13 രാത്രി 8:50 പൂച്ചിനിപ്പാടത്ത് വെച്ച് ചാഴൂർ വളപ്പറമ്പിൽ വീട്ടിൽ മുബാറക് അലി എന്നയാളുടെ കാർ വല്ലച്ചിറ വലിയ വീട്ടിൽ ബാബുട്ടൻ എന്ന് വിളിക്കുന്ന ബാബു, വല്ലച്ചിറ കല്ലട വീട്ടിൽ മിഥുൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടിയതിലുള്ള വിരോധത്താൽ ബാബു മുബാറക് അലിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കൈകൊണ്ട് പലതവണ മുഖത്തടിക്കുകയും മുബാറക് അലി ബാബുവിനെ തള്ളി മാറ്റിയ സമയം സംഭവസ്ഥലത്തുണ്ടായിരുന്ന ബാബുവിനെ സുഹൃത്തായ മിഥുൻ ഹെൽമറ്റ് കൊണ്ട് മുബാറക് അലിയുടെ മുഖത്തും തലയിലുമായി അടിച്ച് ഇടത് കവിളിൽ കൊണ്ട് കണ്ണിന് താഴെ കവിളിലെ എല്ലിനും മൂക്കിന് ഇടതുവശത്തെ എല്ലിനും പൊട്ടൽ സംഭവിക്കുന്നതിന് ഇടയാകുന്നതിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ച കാര്യത്തിനാണ് പ്രതികളായ ബാബുവിനെയും മിഥുനെയും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാബുട്ടൻ എന്ന് വിളിക്കുന്ന ബാബു ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. ബാബുവിനെ ചേർപ്പ്, മണ്ണുത്തി, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ്, ഇരിഞ്ഞാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമ കേസും അടിപിടി കേസുകളുമായി 22ഓളം ക്രിമിനൽ കേസുകളുണ്ട്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ഗാന്ധിയനും ഭാഷാ അധ്യാപക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ്, തൃശൂർ സഹൃദയവേദി പ്രസിഡന്റ്, മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പെൻഷനേഴ്സ് സംസ്ഥാന സമിതി അംഗം, ഒല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച PV ഗംഗാധരൻ മാസ്റ്റർ അന്തരിച്ചു. ആശാരിക്കാട് തോട്ടമറ്റത്തിൽ തങ്കച്ചൻ ഭാര്യ സിസിലി നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച മാന്നാമംഗലം മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ വൈകിട്ട് 3 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം 26 ശനിയാഴ്ച നടക്കും. റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർ തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി കൌൺസിൽ യോഗം മാറ്റിവെക്കാതെ നടത്തിയതിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കരുണയുടെ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.